അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അപ്പം നിങ്ങൾക്കിതുപോലെ അയല പൊരിച്ചത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ? ഒന്ന് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അയല പൊരിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 6 മീഡിയം സൈസ് അയല എടുത്തിട്ടുണ്ട്. ഒത്തിരി വലുതുമല്ല, തീരെ ചെറുതും അല്ലാത്ത അയല ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 1/2 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, 10-12 അല്ലി ചുമന്നുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത്രയും കൊണ്ടാണ് നമ്മൾ നല്ല ഒരു പ്രത്യേക രീതിയിലുള്ള സ്പെഷ്യൽ അയല പൊരിച്ചത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് നാളികേരവും ഇഞ്ചിയും വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ അരച്ചൊരു പേസ്റ്റ് ആക്കണം. ആ പ്രോസസ്സിലോട്ട് നമുക്ക് ആദ്യം കിടക്കാം. ഇപ്പോൾ ഞാൻ ആ പേസ്റ്റ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അയലക്കകത്തോട്ട് മുളക് പൊടി, 2 ടൈപ്പ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ അരിപ്പൊടി, അതൊന്നും ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ അരച്ച പേസ്റ്റ്, ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ പരട്ടി വേണം കുറച്ച് നേരം, ഒരു 1/2 മണിക്കൂർ ഇതിനെ പരട്ടി നമുക്ക് അയലയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കണം. കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ ഞാൻ മസാലയൊക്കെ പരട്ടി ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലിരിക്കും. അതിനാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വിടവിലെല്ലാം ഞാനിത് പരട്ടി റെഡിയാക്കി എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ അരപ്പൊക്കെ പരട്ടി ആ അയലയെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു 15 മിനിറ്റെങ്കിലും മിനിമം പുറത്ത് വെക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് ആവശ്യത്തിന് അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് വെളിച്ചെണ്ണ തന്നെ വേണം മൊരിച്ചെടുക്കാനായിട്ട്, പൊരിച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പ്രോസസ്സിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞു. ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ അരപ്പുണ്ടല്ലോ, മീനിൻ്റെ അരപ്പ്, നമുക്ക് ആ തേങ്ങ ആ അരപ്പ് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കണം. ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന പോലെ നമുക്ക് ഈ അരപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ മീൻ, നമ്മൾ ആ പരത്തി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തീ ഒന്ന് കുറയ്ക്കണം. അതായത് ചെറിയ തീയിൽ വേണം നമുക്കിതിനെ നല്ലതായിട്ട് ഈ അരപ്പും ഇതെല്ലാം കൂടെ മൊരിഞ്ഞ് കിട്ടണം. ആ തേങ്ങയുടെ അരപ്പും മീനും ഇതെല്ലാം കൂടെ മൊരിഞ്ഞ് ആ മീനിലിങ്ങനെ പൊതിഞ്ഞിരിക്കണം. പിന്നെ ഫുൾ ഫിഷ് ഇട്ട് കൊടുക്കണം. ആ എണ്ണ എല്ലായിടത്തോട്ടൊന്നും ആക്കി കൊടുക്കുക ഈവൻലി. ഇതിപ്പോൾ എൻ്റെ ഹീറ്റർ ആയതുകൊണ്ടാണ്, ഇലക്ട്രിക് അടുപ്പായതുകൊണ്ടാണ് ആ പാനിനൊരു ചെറിയൊരു ചരിവുണ്ട്. അപ്പോൾ ഗ്യാസിലാകുമ്പോൾ അത്രയും കുഴപ്പമുണ്ടാവില്ല. അതിനെല്ലാം ഫിഷും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് അരപ്പും കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് ഇങ്ങനെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കണം. ഈ അരപ്പൊന്നും നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ അരപ്പ് ഇങ്ങനെ കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് അത് മീഡിയം തീയിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ഈ അരപ്പും മൂത്ത് വരുന്നതിൻ്റെ കൂടെ നമുക്ക് മീൻ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അരപ്പിൻ്റെ ഫ്ലേവറൊക്കെ ആ മീനിൻ്റെ കിട്ടുകയും ചെയ്യും. ഒരു വശം കുക്കായി കഴിയുമ്പോൾ നമുക്കതിന് പതുക്കെ മറിച്ചിടാം. എന്നിട്ട് ആ സൈഡും കൂടെ കുക്കാക്കി എടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഷ് ഫ്രൈ നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ മീഡിയം തീയിൽ ചെയ്യണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊന്നും അനക്കണ്ട. പിന്നെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. അതായത് കണ്ടോ, അധികം ഇപ്പോൾ നിങ്ങൾക്ക് കാണുക അരപ്പൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. പക്ഷേ തീ കൂട്ടിയിട്ടാൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മീൻ നന്നായിട്ട് മൊരിയത്തില്ല, അരപ്പങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം തീയിലിട്ടിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റ് ഒരു സൈഡ് നമ്മൾ ഇട്ടിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. ഇനി ഒരു 7 മിനിറ്റ്സിന് കഴിയുമ്പോൾ ഞാൻ ഇതിനെ പതുക്കെ ഒന്ന് തിരിച്ചിടാം.
അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് നോക്കട്ടെ. അരപ്പൊക്കെ അവിടുത്തെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ആ അരപ്പോട് കൂടി മീൻ കുക്കായി കിട്ടണം. മീനിങ്ങനെ പൊരിച്ച് കിട്ടും. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ആ കറിവേപ്പിലയുടെ ടേസ്റ്റും എല്ലാം കിട്ടും ഇതിനകത്ത്. ഒരു സൈഡ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ഇതുപോലെ മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് എണ്ണയുടെ കുറവുണ്ട്. ഞാനൊരു പൊടിക്ക് എണ്ണയും കൂടെ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ആ വെളിച്ചെണ്ണയിൽ കിടന്നാലേ അത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലായിടത്തോട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് അതൊന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഫ്ലേവറും എല്ലാം ആ ഫിഷിലും അരപ്പിലും എല്ലാം കിട്ടും. ആ അരപ്പും കൂടെ ചേർത്ത് ആ ഫിഷ് പൊരിച്ചത് അയില പൊരിച്ചത് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം ആ അരപ്പൊക്കെ ഒരുമാതിരി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാം. അപ്പോൾ രണ്ട് സൈഡും ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടെ മൊരിയണം. ഉണ്ടോ? അപ്പോൾ ആ ഫിഷിൽ ഫുൾ ഇങ്ങനെ ആ മസാല പൊതിഞ്ഞിരിക്കുകയാണ്. ഉണ്ടോ? അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ സാധാരണ മീൻ മറക്കുമ്പം ഇതുപോലെ അല്ലല്ലോ, ഇത്രയും മസാലാസ് കാണില്ല. പക്ഷേ ഈ ഒരു തേങ്ങയുടെ ഫ്ലേവറും ഈ അയിലയിലോട്ട് കിട്ടുമ്പോഴാണ് അതിന് വേറൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നല്ല ഡ്രൈ ആയി. ഇനി പക്ഷേ ഒന്നും കൂടെ ഒരു ആ സൈഡും കൂടെ ഇപ്പോൾ ഈ സൈഡിൽ ഇനി ഒന്നും കൂടെ നമ്മൾ തിരിച്ചിടണം. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് കുക്കായി കിട്ടുള്ളൂ. കുക്ക് വെച്ചാൽ നല്ല മൊരിഞ്ഞ് മസാലയൊക്കെ മൊരിഞ്ഞ് ആ മീനിൽ പൊതിഞ്ഞിരിക്കുള്ളൂ. അപ്പോൾ നല്ല മൊരിഞ്ഞ അയില റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്തേക്കണം. പിന്നെ ലൈക്ക് ചെയ്യുകയും വേണം, ഷെയർ ചെയ്യുകയും ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയിലയൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ അടുപ്പങ്ങ് ഓഫ് ചെയ്യാൻ പോവാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ ഇത് ഈ അയില പൊരിച്ചത് കൂട്ടി സെർവ് ചെയ്യാം. ഉണ്ടോ? മസാലയൊന്നും ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. എന്നാൽ അതിനകത്ത് ശരിക്ക് പൊതിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത്, അതുകൊണ്ടാണ് മസാലയൊന്നും അതിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയൊക്കെ നമ്മൾ അരപ്പിൽ ചേർത്ത്. ഇനിയിപ്പോൾ ഈ കറിവേപ്പില നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഫ്രഷ് കറിവേപ്പില വെച്ചിട്ട് അതിനെ ഗാർണിഷ് ചെയ്ത് എടുക്കാം.